രക്ഷകർത്താക്കൾ മനസ്സിലാക്കുന്നത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിച്ചത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി ബുദ്ധിമുട്ടാൻ പാടില്ല. അവൻ വേണ്ടുന്നതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കണം. അവനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത്. അവനെ കൊണ്ട് നമ്മൾ എല്ലാവിധത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ളതായ ഒരു മനസ്ഥിതി പൊതുവെ രക്ഷകർത്താക്കൾക്കുണ്ട്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ് എന്ന് എൻ്റെ കഴിഞ്ഞ 15 വർഷത്തെ വിദ്യാഭ്യാസ രംഗവുമായിട്ടുള്ളതായ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം കുറച്ചൊക്കെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല, ബുദ്ധിമുട്ട് എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പണത്തിൻ്റെ മൂല്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളർത്തണം. അവരെ കൊണ്ട് ഒരു ജോലി ചെയ്യിക്കാതില്ല. എൻ്റെ വീട്ടിലെ ഇവിടേക്ക് ചേരാൻ പോകുന്നതായ കൊച്ചുമകളുണ്ട്, 4ാം ക്ലാസ്സിലേക്ക്, കൊച്ചുമകനുണ്ട്, അവൻ 1ാം ക്ലാസ്സിലേക്ക്. അവരെ കൊണ്ടൊക്കെ കഴിയുന്ന രീതിയിലുള്ള ജോലികൾ ഞങ്ങൾ വീട്ടിൽ ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോഴേ വീട്ടിലത്തെ സാഹചര്യം എന്താണെന്നും വീട് എന്താണെന്നും പണത്തിൻ്റെ വില എന്താണെന്നും ഒക്കെ അവർ മനസ്സിലാക്കുള്ളൂ. അതല്ലെങ്കിൽ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് പണം കൊടുക്കുന്ന ഒരു മെഷീനാണ് എന്നുള്ള ഒരു ധാരണ അവരിലേക്ക് പോവുകയും വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിച്ച പോലെ നമുക്ക് വേണ്ടി അവരും പണം ചെലവഴിക്കും. നമ്മളെ കൊണ്ടിടുന്നത് നിങ്ങൾക്കറിയാം ഓൾഡേജ് ഹോമിലേക്കായിരിക്കും. വേണ്ട പണം അവർ കൊടുക്കും. അപ്പോൾ സ്നേഹം കൈമാറണം എന്നുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടിയുള്ളതായ പെരുമാറ്റമാണ് ആവശ്യം. അതിൽ സ്നേഹം എന്ന് പറയുമ്പോൾ വെറും കെട്ടിപ്പിടിക്കുകയും ഉപയോഗിക്കലും മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ നേരത്തെ പേശൂടി പറയേണ്ടായ ഒരു കാര്യം, പിന്നെ കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കണം എന്നുള്ളത്. ഞാനതിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നല്ല കെട്ടിടം മാത്രമല്ല, അവിടെയുള്ളത് ആ ഫാക്കൽറ്റീസ് എങ്ങനെയെന്ന് കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഈ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അത് അംഗീകരിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇവിടെ മൊത്തത്തിൽ അന്വേഷിച്ച സമയത്ത് ആന്റണി സാർ വന്നതിന് ശേഷം ഇവിടെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കുട്ടികളുടെ കഴിവിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ കാണുന്ന ഒരു റിബണുണ്ട്. എനിക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എനിക്കറിയാവുന്നത് മാജിക് മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും മാജിക് ചെയ്തുകൊണ്ട് മാത്രമേ എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ചുരുക്കം. അതുകൊണ്ട് ഞാനൊരു റിബൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റിബൺ ചെറിയൊരു കഷ്ണം, ഇതിൽ വ്യത്യസ്ത നിറങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. പച്ചയും ചുവപ്പും മഞ്ഞയും വെള്ളയും എല്ലാം അതിൻ്റെ നിറങ്ങളാണ്. ഈ നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുമെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ സൂചിപ്പിക്കും. നമ്മുടെ കുട്ടികളെ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന തുവാലയാണ് നമ്മുടെ കുട്ടികൾ. ഈ തുവാലയിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നും ഇതിനകത്തില്ല, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, ഒന്നും വിളിച്ചു വെച്ചിട്ടില്ല. കുട്ടികളുടെ മനസ്സ് വളരെ പരിശുദ്ധമാണ്, നിഷ്കളങ്കമാണ്. ആ മനസ്സിലേക്ക് ഈ കാണുന്ന കഴിവുകൾ, പ്രസംഗിക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, മിമിക്രി അറിയാം, മോണാക്ട് അറിയാം, സ്പോർട്സ് ആക്ടിവിറ്റീസ് അറിയാം, ഇങ്ങനെയുള്ള എല്ലാ കഴിവുകളും പല കഴിവുകളും പലരിലും പല രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അത് ഇതിനകത്തേക്ക് അവരിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും അവരുടെ കഴിവുകൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധ്യമാകില്ല. ഇങ്ങനെയുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതാണ് സ്വാമി വിവേകാനന്ദനും പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവിടെയാണ് വിദ്യാഭ്യാസം സഫലമാകുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളതായ സ്ഥാപനങ്ങൾ കണ്ടെത്തുകയും അവിടെയുള്ളിടത്ത് ഈ കുട്ടികളെ പറഞ്ഞയക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടി ആരാണ്, എല്ലാവരെയും ഡോക്ടറാക്കുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കുക എന്നുള്ള രീതിയിലേക്ക് ആവരും നമ്മൾ പോകുന്നത്. നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. എനിക്ക് തന്നിട്ടുള്ള സമയം എത്രയാണെന്ന് അറിയാമോ? 20 മിനിറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആന്റണി കഴിയില്ല, 20 മിനിറ്റിനോട് ഞാൻ എന്താ അവരോട് പറയുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു അരമണിക്കൂർ തരാം. അതുകൊണ്ട് അരമണിക്കൂറിനകത്ത് ഞാൻ തീർച്ചയായിട്ടും ഒതുക്കണം. 9:15 വരെ സമയമുള്ളൂ. ഏതായാലും നമുക്ക് നോക്കാൻ ചില കാര്യങ്ങൾ കൂടി. നമ്മൾ കുട്ടികൾ ജനിച്ചു വീണ് കഴിഞ്ഞാൽ അവരെ വളർത്തിക്കൊണ്ടുപോകുമ്പോൾ 2-2.5 വയസ്സ് വരെ അവരെ നമ്മൾ വർത്തമാനം പറയാൻ പഠിപ്പിക്കും. കാക്കയേതാ, പൂച്ചയേതാ, അമ്മയേതാ, അപ്പേതാ, അച്ഛനേതാ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ നമ്മൾ നടക്കാൻ, അവരെ ഓടാൻ കൈകൊണ്ട് പിടിച്ച് നിർത്തിപ്പിക്കും. കുട്ടികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ 2-2 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അവർ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. വർത്തമാനം പറയാൻ പഠിപ്പിച്ചിരുത്താൻ കുട്ടികൾ വർത്തമാനം പറയുന്നു. കുട്ടികൾ നമ്മളോട് ചോദിക്കുകയാണ്, അമ്മ അച്ഛ അല്ലെങ്കിൽ അപ്പ കാക്കയ്ക്ക് എന്താ കറുത്ത നിറം, ആകാശം എന്താ നീല നിറത്തിൽ കാണുന്നത്, ഇതെന്താ താഴേക്ക് വീഴാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പോടാ അവിടെ മിണ്ടാതിരി അവിടെ എന്ന് പറയും. മിണ്ടാതിരി എന്ന് പറയുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നത് ഇത്രയും കാലം എന്നെ മിണ്ടാൻ പഠിപ്പിച്ചിട്ട്
ഇപ്പോൾ മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ മിണ്ടുന്നത് തെറ്റാണോ എന്നുള്ള ഒരു ധാരണ അറിയാതെ തുടർച്ചയായി ഇത് കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ കയറുന്നു. അതുപോലെ തന്നെ നടക്കാൻ പഠിപ്പിച്ചു, കുട്ടി നടക്കാൻ തുടങ്ങി, ഓടുന്നൊക്കെ സന്തോഷത്തോടു കൂടി കണ്ടു കഴിഞ്ഞ് പിന്നെ വീട്ടിൽ അമ്മയ്ക്ക് അച്ഛനെ ഒന്നും ഒരു സൂര്യൻ തന്നെ കുട്ടി ഓടി കളിച്ചുകൊണ്ടിരിക്കും. ഒന്ന് അടങ്ങിയിരിക്കണം അവിടെ. നടക്കുന്നതും ഓടുന്നതും തെറ്റാണ് എന്നുള്ളൊരു ധാരണ ഓടി കയറുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായി കേൾക്കുമ്പോഴാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുന്നത്. പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ആദ്യത്തെ 2-3 വർഷങ്ങളും അത് കഴിഞ്ഞതിന് ശേഷമുള്ളതായ 6 വർഷങ്ങളുമാണ് എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചെറുപ്പകാലത്ത്, മുതിർന്നവർക്കും തന്നെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാൻ ആർക്കും സാധിക്കില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇല്ല. കാരണം ഓർമ്മ സൂക്ഷിക്കുന്നത് തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലാണ്. ആ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് രൂപപ്പെടുന്നത് 3 വയസ്സിന് ശേഷമാണ്. അപ്പോൾ 3 വയസ്സിന് ശേഷമുള്ളത് മാത്രമേ ഭാഗികമായിട്ട് അവർക്ക് ഓർമ്മ ഉണ്ടാകൂ എന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഉപബോധ മനസ്സിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ കുട്ടികളുടെ നിരീക്ഷണ പഠനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഒരൊറ്റ ഉദാഹരണം പറയും. കുട്ടികൾ കളവ് പറയാൻ പഠിക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ കളവ് പറയാൻ പഠിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ അമ്മയോ അച്ഛനെ പ്രധാനപ്പെട്ടതായ ഗൃഹനാഥനായിരിക്കും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നല്ല ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം വീട്ടിലെല്ലാവരും വീട്ടുകാരുണ്ടാവും കണക്കാക്കി അവരുടെ ക്ലബ്ബുകാരോ അല്ലെങ്കിൽ വല്ല പെയിന്റ് പാലിയേറ്റീവുകാരോ ആരെങ്കിലും ഗേറ്റൊക്കെ തുറന്ന് ചെറിയൊരു പിരിവിനാണെന്ന് പറഞ്ഞ് 3-4 പേരുടെ പുസ്തകം എടുത്ത് വരും. ആരെ ഗേറ്റ് തുറക്കുന്ന ഒരു ശബ്ദം ജനലിലൂടെ കൂടി നോക്കും. നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, വീട്ടുകാരെ മനസ്സിലാവോ ഇതൊരു പിരിവാണ്. അപ്പോൾ ഉടനെ തന്നെ ആരോട് വഴി ഞാനിവിടെ ഇല്ലാന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്നുണ്ട് കുട്ടികൾ അവർ പറയില്ല എന്ന് പറയും. കുട്ടി ഇത് കളിക്കുകയാണെങ്കിൽ കുട്ടി ഇത് കേൾക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കളവ് പറയുന്നത് ഒരു തെറ്റല്ല എന്ന ഒരു ധാരണ അറിയാതെ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തന്നെയാണ്. നമ്മൾ റോൾ മോഡൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അവർ മാതൃകയായിരിക്കണം. ഏറ്റവും പ്രധാനം രക്ഷകർത്താക്കൾ തന്നെയാണ്. അത് കഴിഞ്ഞാൽ അധ്യാപകരാണ്. അത് കഴിഞ്ഞിട്ടാണ് സമൂഹം വരുന്നത്. ഇങ്ങനെ റോൾ മോഡൽ ഉണ്ടാകുമ്പോൾ നിയമമനുസരിക്കുന്ന കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ തന്നെ ട്രാഫിക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ട്രാഫിക് സിഗ്നൽ കാണുമ്പോൾ ഇല്ലെങ്കിൽ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇടത് ദിവസം കൂടി ഓവർടേക്കുക ഒക്കെ കണ്ടു വളർന്നു വരുന്ന കുട്ടികളാണെങ്കിൽ നിയമം തെറ്റിക്കുന്നത് വലിയ പ്രശ്നമല്ല എന്നുള്ളൊരു ധാരണ അവരിലുണ്ടാകും. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതുപോലെ തന്നെ എനിക്കുണ്ടായ ഒരാഴ്ച മുമ്പുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ പറഞ്ഞില്ല, 1-ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ ചെറിയ കൊച്ചുമോനും ഞാനും കൂടി ജന ഔഷധി പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ ഷോപ്പ് കയറുകയാണ്. ആ കയറുന്ന സമയത്ത് അവിടെ വാതിലിൻ്റെ മുകളിൽ തന്നെ ഒരു ചെരുപ്പിൻ്റെ ചിത്രം കൂടെ ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ട്. ചെരുപ്പിട്ട് അകത്ത് കയറരുത് എന്നാണ് അർത്ഥം. ഞാൻ എന്ത് ചെയ്തു, സാധാരണ പോകാറുള്ളതാണ്. പിന്നെ ചെരുപ്പ് കൂരി വെച്ച് പോകാൻ ഒരു കൗണ്ടറിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ വേഗം അകത്തേക്ക് കയറി. എൻ്റെ മോനുണ്ട് കൂടെ. അവനുടനെ തന്നെ എന്നെ പിടിച്ച് വലിച്ചിറക്കി. എന്നിട്ട് എന്നോട് കാര്യങ്ങൾ ഇത് കണ്ടാ അവിടെ ചെരുപ്പിട്ട് ക്രോസ് ഇട്ടിട്ടുണ്ട്. അമ്മയോ ഞാൻ സോറി എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ചെരുപ്പ് ഊരി വെച്ചു. അവൻ നേരത്തെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ നിരീക്ഷണ പാഠവും അവർക്കുണ്ട്. അവർ കളിക്കുകയാണ് നമുക്ക് തോന്നുകയായിരിക്കും. ചിലപ്പോൾ അവരങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക, വീട്ടിൽ സന്തോഷം ഉണ്ടാകുക. വീട്ടിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ നേരത്തെ പറഞ്ഞല്ലോ പ്രിൻസിപ്പിൾ ഒരുമിച്ചിരുന്ന് കൂടിയൊടിക്കുകയും ഒരു സന്തോഷം പങ്കുവയ്ക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുന്ന കുടുംബമാണെങ്കിൽ ആ വീട്ടിലെ കുട്ടികൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് പോസിറ്റീവ് പേഴ്സണാലിറ്റി ഉള്ളവരായി വളർന്നു വരുന്നതെന്നാണ് ചുരുക്കം. അതല്ല തമ്മിൽ കലവും ബഹളവും ശണ്ടയും ഒക്കെയാണ് എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ അത് കണ്ട് വളർന്നു വരുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ളവരായിട്ടും മാറും. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാനിവിടെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നുണ്ട്. ആ കുട്ടികൾ മുതിർന്നവരെല്ലാവരും വരുന്നുണ്ട്. അതിൽ കുട്ടികൾ വരുമ്പോൾ കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ പേടി, അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ളവരെ കൗൺസിൽ ചെയ്ത് ഞങ്ങളൊരു പ്രത്യേക സ്റ്റേജിലെത്തിക്കും. ആ സ്റ്റേജിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, മോളെ അല്ലെങ്കിൽ മോനെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം, നിനക്ക് എന്താവണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ പല കുട്ടികളും പറയാറുള്ളത് അങ്ങനെ ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ്. അതായത് SLCക്കും +2 പഠിക്കുന്ന കുട്ടികളാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇതുവരെയും ലക്ഷ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത്.
അപ്പോൾ ഈ ലക്ഷ്യം ഉണ്ടായാൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ, നേരായ രീതിയിലൂടെ പോവുകയുള്ളൂ. കാരണം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്നാണ് ആദ്യം നമ്മൾ തുടക്കം കുറിക്കേണ്ടത്.